ശ്രീ പി കെ ശശി തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി കെ ശശി, താങ്കൾ പാർട്ടി വിടും എന്ന തരത്തിലുള്ള വലിയ ചർച്ചകൾ നടക്കുകയാണ്. താങ്കൾ ഇന്നലെ മണ്ണാർക്കാട് നടന്ന പരിപാടിയിൽ, മണ്ണാർക്കാട് നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തതും അവിടെ താങ്കൾ സംസാരിച്ചതും വി കെ ശ്രീകണ്ഠൻ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകളും അഭ്യൂഹങ്ങളും ഒക്കെ. കേൾക്കാമോ? കേൾക്കാമോ? എന്നെ കേൾക്കാമോ? ഈ അഭ്യൂഹങ്ങൾ, ചർച്ചകൾ തള്ളുന്നുണ്ടോ താങ്കൾ? എന്താണ് മറുപടി? ഇങ്ങനെ ഓരോ സമയത്തും ഓരോന്ന് ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയുക? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റായിട്ട് നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ഞാൻ. ഈ സുപ്രീം കോടതി അവർക്ക് മാത്രം അവകാശങ്ങളുണ്ട്. സുപ്രീം കോടതി അവകാശത്തെ ആരും ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കോൺഗ്രസിലേക്ക് പോകുന്ന ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വപ്നം കണ്ടോട്ടെ. പക്ഷെ ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറഞ്ഞോ. ഞാനിപ്പോ CPM-നകത്ത് നിൽക്കുകയാണ്. ഞാൻ CPM-കാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടല്ല ഞാനവിടെ പ്രസംഗിച്ചത്. ഞാൻ പങ്കെടുത്ത പരിപാടി മുസ്ലിം ലീഗിന്റെ പരിപാടിയല്ല, UDF പരിപാടിയല്ല. ഞാൻ പങ്കെടുത്തത് ഒരു ഒഫീഷ്യൽ ഫംഗ്ഷനാണ്. ഒഫീഷ്യൽ ഫംഗ്ഷനിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ആ വേദിയിൽ CPM-ന്റെ ആളുകൾ ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു വേദിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു വേദിയിൽ അസാധാരണമായി അസ്വാഭാവികമായിട്ട് എന്താണുള്ളത്? ഈ അങ്ങനെ ഒരു വേദിയിൽ അഴിമതിയെ കുറിച്ച് പരാമർശിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു ശ്രീ പി കെ ശശി? ഞാനവിടെ വന്നപ്പോഴേ രൂപത്തിൽ വാർത്ത അവിടെ വന്നു. അപ്പൊ അഴിമതി ഉണ്ടെങ്കിൽ അഴിമതി കൃത്യമായി അന്വേഷിക്കണം. അഴിമതിയെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കില്ല. പൊതുപ്രവർത്തന മേഖലയിൽ സംശുദ്ധിയുള്ള ആരും ഒരു അഴിമതിയെയും അംഗീകരിക്കില്ല, ന്യായീകരിക്കില്ല. അഴിമതിക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണം. എല്ലാ വർക്കുകളും, അത് മുനിസിപ്പാലിറ്റിയുടേതാണെങ്കിലും ഏത് വർക്കുകളാണെങ്കിലും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാണ്, സാമൂഹികമായ ഓഡിറ്റിന് വിധേയമാണ്. എല്ലാ വർക്കുകളും ട്രാൻസ്പെറന്റ് ആകണം. ഈ നമുക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ആളുകളാണ് ഒരു വർക്ക്, അതിന്റെ പേരിൽ അഴിമതി ആരോപിക്കുന്ന പ്രവണത ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. ശരി, അതാണ് ആ പരാമർശത്തിനുള്ള സാഹചര്യം. ഓക്കെ, ശ്രീ പി കെ ശശി, അല്പം മുൻപ് വി കെ ശ്രീകണ്ഠൻ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പാലക്കാട് CPM-ൽ വലിയ പൊട്ടിത്തെറി ഉടൻ ഉണ്ടാകുമെന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുള്ള സാധ്യത പാലക്കാട് CPM-ൽ ഉണ്ടോ? പാലക്കാട് എനിക്കറിയില്ല. CPM-നകത്ത് അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ ഒരു സാഹചര്യമില്ല. CPM-ൽ ഒരുപാട് അസ്വസ്ഥരുണ്ട്, അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് വി കെ ശ്രീകണ്ഠൻ പറയുന്നു. കോൺഗ്രസ് ആ സാഹചര്യം ഉപയോഗപ്പെടുത്തുമെന്നും പറയുന്നു. കോൺഗ്രസ് പറയുന്നതിനൊക്കെ ഞാനെന്ത് മറുപടി പറയാനാണെന്ന്? കോൺഗ്രസ് ആളുകളെ സ്വീകരിക്കുന്നു പറയുന്നുണ്ട്, കോൺഗ്രസ് നിന്ന് കുറെ ആള് പോകുന്നുണ്ടാവും. ഇതൊക്കെ ഞാനെന്ത് മറുപടി പറയാനാണ്? CPM-ൽ അങ്ങനെ അസ്വസ്ഥരുണ്ടോ? അവിടെ CPM-ൽ അങ്ങനെ അസ്വസ്ഥരുണ്ടോ പാലക്കാട്? എന്റെ ശ്രദ്ധയിൽ അങ്ങനെയുള്ള അസ്വസ്ഥതയൊന്നും ഇപ്പൊ CPM-നകത്തില്ല. താങ്കൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ CPM-ൽ? ഞാൻ അസ്വസ്ഥനയല്ല, ഞാൻ വളരെ സ്വസ്ഥനാണ്. പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നതാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്. CPM-ലെ അസ്വസ്ഥരായ പലരുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന്. താങ്കൾ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച കോൺഗ്രസുമായി നടത്തിയിട്ടുണ്ടോ? എന്നെ അറിയുന്ന ഒരാളും പറയില്ല, തലയിൽ ആൾതാമസമുള്ള ഒരാളും പറയില്ല ഞാൻ ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച നടത്തിയെന്ന്. തലയിൽ ആൾതാമസമുള്ള വിവരം എന്ന് പറയുന്ന 3 അക്ഷരവും മുറുക്കവുമുള്ള ഒരാളും പറയില്ല. ഞാൻ അങ്ങനെ ചർച്ച നടത്തുന്നയാളല്ല. പാർട്ടി മാറ്റം അപ്പൊ അജണ്ടയിലില്ല. നല്ല സ്റ്റഫുള്ള ആളാ ഞാൻ, നിങ്ങളത് ആദ്യം മനസ്സിലാക്കി. ഞാൻ അങ്ങനെ വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുമായിട്ട് സംസാരിച്ച് സ്വകാര്യ സംഭാഷണം നടത്തേണ്ട ഗതിക ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ല. ഇപ്പോ പി കെ ശശി വന്നാൽ സ്വീകരിക്കുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ പറഞ്ഞത്. ആ ക്ഷണം താങ്കൾ തള്ളുകയാണോ? പി കെ ശശി വന്നാൽ സ്വീകരിക്കുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ MP അല്പം മുമ്പ് ഞങ്ങളോട് പറഞ്ഞത്. താങ്കൾ ആ ക്ഷണം നിരസിക്കുകയാണോ? സ്വീകണ്ഠൻ ആഗ്രഹിക്കുന്നതിനും അദ്ദേഹം ആവശ്യപ്പെടുന്നതിനും അനുസരിച്ച് നിലപാട് സ്വീകരിക്കേണ്ടയാളാണോ ഞാൻ? നിങ്ങളെന്താ ഈ പറയുന്നത്? ഞാനൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എല്ലാവരുമായിട്ടും വ്യക്തിപരമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നയാളാണ് ഞാൻ. CPM-നകത്തുള്ള ഒരു 4 ആളുകളുമായിട്ടും 10 ആളുകളുമായിട്ടും നേതാക്കന്മാരുമായിട്ടും ആളുകളുമായിട്ടും മാത്രമുള്ള സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളല്ല. എന്റെ സുദീർഘമായ കാലത്ത് ഒരു പൊതുപ്രവർത്തന മേഖല എന്ന് പറയുന്നത് വളരെ വിശാലമാണ്, വൈഡാണ്. പല ആളുകളും അതിനകത്തുണ്ട്. അതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട്, വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്,
അങ്ങനെ വിവിധ മേഖലകളിൽ പാവപ്പെട്ട തൊഴിലാളിയുണ്ട്, ചെറുപ്പക്കാരനുണ്ട്, വിദ്യാർത്ഥിയുണ്ട്. ഇവരെല്ലാവരും അടങ്ങുന്ന ഒരു എല്ലാ വിഭാഗവുമായും എനിക്ക് നല്ല ബന്ധമുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രദേശവുമായി എനിക്കുള്ള നാഭീനാള ബന്ധം മുറിച്ചെറിയാൻ ഞാനൊരു വാചകം പറഞ്ഞു. ആകാശമുള്ള കാലത്തോളം ഈ ലോകത്തിലാർക്കും കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ വാചകം അതാണ്. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തന മേഖലയിൽ ഇന്നലത്തെ പോലെ ഇന്നും നാളെയും ഞാൻ ഉണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് സിപിഎമ്മിനൊപ്പം തന്നെ ആയിരിക്കുമോ? സിപിഎമ്മിനൊപ്പം തന്നെ ആയിരിക്കുമോ? ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നിങ്ങളോട് സിപിഎം തന്നെ ആയിരിക്കും എന്ന് ചോദിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? പൊതുപ്രവർത്തന രംഗത്തുണ്ടാകും എന്നാണ് താങ്കൾ പറഞ്ഞത്. അപ്പോൾ സ്പെസിഫിക് ആയി പറയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനേ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ആഗ്രഹിച്ചത് കൊണ്ട് കോൺഗ്രസിലേക്ക് ഞാൻ പോവുമോ? ശരി, താങ്കൾ പറഞ്ഞല്ലോ പാർട്ടിയിൽ താങ്കൾ സ്വസ്ഥനാണ് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇന്നലെ ആ പ്രസംഗത്തിൽ താങ്കൾ കൊച്ചി പഴയ കൊച്ചിയല്ല, ബിലാല് പഴയ ബിലാലല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ആരെ ഉദ്ദേശിച്ചായിരുന്നു? ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വെറുതെ അനാവശ്യമായിട്ടൊരു വിവാദമാക്കി മാറ്റിയ കുറെ ആളുകളുണ്ട്. ആ ഡയലോഗ് ആരെ കുറിച്ചായിരുന്നു? ആരെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്? വരില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളുകളുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ആ സമയത്ത് എനിക്ക് തോന്നിയതാ. കാരണം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഒരു പഴയ സിനിമയെന്ന്. പക്ഷെ ഈ അടുത്ത നാളിലാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ഞാൻ അധികം സിനിമ കാണുന്ന ആളല്ല. ബിഗ് ബി എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ഈ അടുത്ത നാളിലാണ് കണ്ടത്. പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു കഥാപാത്രം ഓർമ്മ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല് തന്നെയാന്ന് പറഞ്ഞു. എന്താ ഇതിന് കുഴപ്പമുള്ളത്? ഓക്കെ, ഇപ്പോ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് താങ്കൾ മറികടന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തു. അതിനെ എതിർത്തവർക്ക് അവർ മറുപടി നൽകി. പക്ഷേ എതിർപ്പുണ്ടായിട്ടില്ല. ഓക്കെ, അല്ല, പ്രാദേശികമായി എതിർപ്പുണ്ടായിരുന്നല്ലോ താങ്കൾ ആ പരിപാടിക്ക് പോകുന്നതിൽ. അതിനുള്ള മറുപടി അവിടെ സിപിഎമ്മിന്റെ മുഴുവൻ ആളുകൾ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ എതിർപ്പുണ്ടായിരുന്നില്ല. അപ്പോ സിപിഎമ്മുകാരൊക്കെ അവിടെ വേദിയിലും സദസ്സിലുമായിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ ഈ സാധാരണ നിലയിൽ മറ്റ് കളർ ഷർട്ടുകളൊക്കെയാണ് ധരിക്കാറുള്ളത്. അവിടെ താങ്കൾ ഖദർ ധരിച്ചെത്തിയതും ഇങ്ങനെയുള്ള ഒരു പരാമർശം വി കെ ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതുമാണല്ലോ ഈ സംശയം ജനിപ്പിച്ചത്. ഖദർ ധരിച്ചെത്തിയതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? രണ്ട് കാര്യം ഞാൻ ഒപ്പം തന്നെ പറയാം. ഞാൻ ഖദർ ധരിച്ചിട്ടാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം. ഖദർ അല്ല, കോട്ടൺ എന്ന് താങ്കൾ തിരുത്തി. സോറി, കോട്ടൺ. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾ മാത്രം പറഞ്ഞല്ലോ. ഞാൻ ധരിച്ചത് കോട്ടൺ ഷർട്ടാണ്. പിന്നെ ഖദർ ഷർട്ട് അതിനിടയ്ക്ക് ആരെങ്കിലും എനിക്ക് തന്നു വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങി വിചാരിക്കുക. ഖദർ ധരിക്കുന്നു എന്നുള്ളത് കൊണ്ടൊരു മഹമാവൊന്നും ആവൂല. നീ അതും പറഞ്ഞുതരാം. അതെന്തെങ്കിലും സൂചനയായിരുന്നോ? വെള്ള ധരിച്ചെത്തിയത് എന്തിന്റെങ്കിലും സൂചനയായിരുന്നോ? ഏത്? എന്നാ അങ്ങനെയാണെങ്കിൽ സൂചനകൾ ഇഷ്ടം പോലെ വരും. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് ഷർട്ട് ഉപയോഗിക്കാറുണ്ട്. അന്നൊക്കെ സൂചനയായിരുന്നു അതൊക്കെ. പല പരിപാടികളിലും എന്റെ പരിപാടി ഞാൻ പങ്കെടുത്ത ഫോട്ടോ നോക്ക്. ഒരുപാട് വൈറ്റ് ഷർട്ടുകൾ ഇട്ടുള്ള പരിപാടികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് വൈറ്റ് ഷർട്ട് ഉപയോഗിക്കല്ല ഞാൻ. ഇനി ഒന്നും ചോദിക്കാറില്ലല്ലോ. അല്ല, അപ്പൊ ഒരിക്കലും കോൺഗ്രസിലേക്കില്ല ഇനി? ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ലാന്ന്. പ്രസക്തിയുള്ള കാര്യങ്ങൾ ചോദിക്കും.